കാണുന്നത് ഹായ് ഫ്രണ്ട്സ്, ഞാൻ സബിൻ ജോസഫ് ഫിഷിംഗ് ട്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ കത്തള ഫിഷിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു ബൈറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം കത്തള ഫിഷിങ്ങിന് വേണ്ടി മാത്രമല്ല, രോഹുവിനും വേണ്ടിയുള്ള ബൈറ്റ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. കത്തളയ്ക്ക് വേണ്ടി ഒരു അടിപൊളി റിസൾട്ടുള്ള ഒരു ബൈറ്റാണിത്. നമ്മളത് ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബൈറ്റ് നിങ്ങൾക്കായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ഒരു പാർട്ട് 1 ഒരു ബൈറ്റ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നോക്കണം. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഇഷ്ടംപോലെ റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ കട്ട്ല ഫിഷിന് വേണ്ടിയുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിരുന്നു. അപ്പം ആ ഒരു ബൈറ്റ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ല റിസൾട്ടായിരുന്നു. അപ്പം അവർ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകണമെന്ന് താല്പര്യമുള്ളവർ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഇൻട്രോ അധികം നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഈ കത്ല സ്പെഷ്യൽ ബൈറ്റിന് വേണ്ടി നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ 3 ഐറ്റംസാണ് ഈ ഇരിക്കുന്നത്. ഇതെന്താണെന്ന് നമുക്ക് നമ്മുടെ ബൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇതെടുത്തേക്കുന്നത് നമ്മുടെ കോഴിത്തീറ്റയാണ്. കോഴിത്തീറ്റ പ്രീ സ്റ്റാർട്ടർ 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ പ്രീ സ്റ്റാർട്ടർ കോഴിത്തീറ്റ. അത് നമ്മുടെ ബോയിലറിന് കൊടുക്കുന്ന കോഴിത്തീറ്റയാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ടർ, ബോയിലർ കോഴിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ. ഇതായത് ഇതുപോലെ ഇരിക്കും. പ്രീ സ്റ്റാർട്ടർ ഇതാ ഇതുപോലെ ഇരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫിനിഷർ, ഇതും 1/2 കിലോ. ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇതും 1/2 കിലോ. ഈ 3 1/2 കിലോ വെച്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് അരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 250 ഗ്രാം ഇവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പഞ്ചസാരയും ഒരു 1/2 കിലോ. 1/2 കിലോ പഞ്ചസാര. പിന്നെ എടുത്തിരിക്കുന്നത് റവയാണ്. ഇതൊരു 250 ഗ്രാം റവ. ഇത് സോയാബോൾ. അടുത്തെടുക്കുമ്പോൾ സോയാബോളാണ്. ഈ സോയാബോൾ നിങ്ങൾക്ക് ചെറിയ സോയാബോൾ കിട്ടുവാണോ അതായിരിക്കും ബെറ്റർ. സോയാബോൾ ഞാൻ 1/2 കിലോ സോയാബോൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/2 കിലോ ചോളം. നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് കിട്ടും, ചന്തയിലും കാര്യങ്ങളൊക്കെ ഇല്ലേ, മാർക്കറ്റ് അവിടെ കിട്ടുന്നതാണ് ചോളം 1/2 കിലോ. പിന്നെ അടുത്തത് നമ്മുടെ പുട്ടുകടല, കടയിൽ നിന്നൊക്കെ കിട്ടും. ഇത് ഞാൻ ഒരു 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഏലക്ക, ഒരു 15 ഗ്രാം ഏലക്കയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അടുത്തത് വേണ്ടത് 20 ഗ്രാം നമ്മുടെ സോമ്പ്. പിന്നെ അവസാനം നമുക്ക് വേണ്ടത് ഫുഡ് കളർ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ ഫുഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കട്ട്ല ഫിഷിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ കട്ട്ല ഫിഷിങ്ങിന് വേണ്ടിയുള്ള ബൈറ്റെല്ലാം ഒന്ന് പരിചയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബൈറ്റെല്ലാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ബൈറ്റെല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എങ്ങനെയാണ്, എത്ര ടൈം വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് ചുമ്മാതെ നമ്മൾ കയറി ഒന്ന് വറുത്തെടുക്കരുത്. അതിൻ്റെ ആ ഒരു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലിട്ട് പോകാം. അവിടെ വെച്ച് ഞാൻ പറഞ്ഞുതരാം എന്തുമാത്രം ചൂട് വേണം, എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചട്ടി എടുക്കുക, ഗ്യാസ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ചട്ടി ചൂടാക്കി എടുക്കുക. ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇതിലിടാൻ പോകുന്നത് കോഴിത്തീറ്റ പ്രീ സ്റ്റാർട്ടർ. അത് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കരിയാൻ പാടില്ല. ഈ നമ്മൾ ഇളക്കുന്ന ടൈമിങ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചൂടൊന്ന് നമ്മൾ കൈയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നോർമൽ ചെറിയൊരു ചൂട് ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കൂടിനകത്തോട്ട് മാറ്റി അത് വേറൊരു സ്ഥലത്ത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഗൈസ്, ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വന്നിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കുറച്ച് സുഹൃത്തുക്കളുടെ മെസ്സേജുകളും വീഡിയോസുകളും നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ കുറേ മെസ്സേജുകളൊക്കെ ആയിരുന്നു ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ഈ വീഡിയോ ഹിന്ദിയിലും മലയാളത്തിലും 2 ലാംഗ്വേജിലൂടെയാണ് ഇടുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ മെസ്സേജുകളൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ സുഹൃത്തുക്കളാണ്. ഇത് കിട്ടിയതിൽ ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് മൊത്തം ആദ്യമായിട്ട് മീൻ കിട്ടിയവരുടെ ഫോട്ടോസാണ് ഞാൻ നിങ്ങളെ ഈ കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കോഴിത്തീറ്റ സ്റ്റാർട്ടർ ഇടാം. അത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ചെറിയൊരു ചൂടായതിനു ശേഷം നമ്മളിത് നല്ലപോലെ ചൂടാക്കി എടുക്കരുത്. എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മണം വരും. ആ മണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ഒന്നും കിട്ടാതെ വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ജസ്റ്റ് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത പോലെ ആ കൂടിനകത്തിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ രോഹു മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ സൗണ്ട് ഇത്ര അടഞ്ഞിരിക്കുകയാണ്. അവർ നമ്മുടെ കോഴിത്തീറ്റ മാത്രം, അതായത് പ്രീ സ്റ്റാർട്ടർ പിന്നെ ഫിനിഷർ, ഈ 3 എണ്ണവും പിന്നെ ഒരു പാക്കറ്റ് 20 രൂപയുടെ പാർലേജിയുടെ ബിസ്ക്കറ്റും പിന്നെ ചോക്ലേറ്റ് എസൻസ്, ഞാനീ പറഞ്ഞ 1/2 കിലോയുടെ കണക്കിലാണ് പറയുന്നത്. ചോക്ലേറ്റിൻ്റെ എസൻസ് പകുതി ബോട്ടിലും, പിന്നെ ഓപ്പൺ ഹുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈദയും ആവശ്യത്തിന് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ മറിച്ച് പോപ്പപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈദയ്ക്ക് പകരം ബ്രെഡ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇത് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ കുറേ നമ്മുടെ ടാക്കിൾ ഷോപ്പുകളൊക്കെ ഇപ്പം ഒന്നൊന്നായിട്ട് നല്ല കോമ്പറ്റീഷനിലാണ്. പിന്നെ അവർ കുറേ ഓഫറുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കോംബോ പാക്ക് കൊണ്ടുവരുന്നുണ്ട്. കോംബോ പാക്ക് എന്ന് പറയുമ്പോൾ 900 രൂപയ്ക്ക് 1 റോഡ് 2 റോഡ് പിന്നെ ഒത്തിരി ഐറ്റംസൊക്കെ ആയിട്ട് നല്ല ടാക്കിൾസാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ അധികം പെടാതിരിക്കുക. നിങ്ങൾക്ക് സാധനം മേടിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ആരും ഒരിക്കലും 3000 രൂപയുടെ റോഡ് കൊണ്ട് നിങ്ങൾക്ക് 900 രൂപയുടെ പാക്കി കൊണ്ട് തരത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ടാക്കിൾ മേടിക്കാൻ ശ്രമിക്കുക. അതായത് റോഡ് ഇപ്പോൾ ഒരു ജൂപ്പിറ്റർ സഫാരി മേടിക്കുകയാണെങ്കിൽ ഒരു 1400 1500 അല്ലെങ്കിൽ 1600 രൂപ, അതാണ് ഏറ്റവും ബിഗിനറിന് ഏറ്റവും പറ്റിയൊരു റോഡ് എൻ്റെ ഒരു ഇതിൽ. അത് മേടിക്കുക, ഒരു ഷിമാനോയുടെ റീൽ മേടിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ 900 രൂപയുടെ കോമ്പോയുടെ പുറകെ പോയിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറും നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ചട്ടിയിൽ നിന്ന് മാറ്റി ഇത് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കോഴിത്തീറ്റയുടെ പ്രീ സ്റ്റാർട്ടറും നമ്മൾ ചൂടാക്കി എടുത്ത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിനിഷർ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കോഴി, അതായത് ഈ ബോയിലർ കോഴിക്ക് കൊടുക്കുന്ന ഫിനിഷറും പിന്നെ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന കോഴിക്ക് കൊടുക്കുന്ന ഫിനിഷറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് നാടൻ കോഴിക്ക് കൊടുക്കുന്ന ഫിനിഷർ എന്ന് പറയുന്ന തീറ്റ മേടിക്കാതിരിക്കുക. ഈ ബോയിലർ കോഴിക്ക് വരുന്ന ഫിനിഷറുണ്ട്, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന്
ഇളക്കിക്കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ചൂടാവുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം. ചൂടായതിന് ശേഷം ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി തണുപ്പിക്കാനായിട്ട് വെക്കാം. ഗൈസ്, ഇനി നമുക്ക് സോയാ ബോൾ ഇതിലിടാം. ഈ സോയാ ബോൾ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. സോയാ ബോൾ ഇടുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ അത് ചൂടാകത്തുള്ളൂ, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് സോയാ ബോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ആ ഒരു ചട്ടിയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് വറുത്താലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, നല്ലപോലെ കറപ്പിച്ചെടുക്കണ്ട. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ സോയാ ബോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ആവശ്യത്തിന് വേണ്ട ചൂടോടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അവസാനം വരുന്ന ഈ കരിഞ്ഞ പൊടിയുണ്ട്, അത് നമുക്ക് കളയാം, അത് നമുക്ക് ആവശ്യമില്ല. ഗൈസ്, ഇനി നമുക്ക് ചോളം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചോളം ചൂടാക്കിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കാൻ നല്ലപോലെ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചോളം ഇത്തിരി കൊണ്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് നോർമൽ ഒന്ന് ചൂടാകുക. ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്കെടുത്ത് തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം ഈ ചൂടാക്കുമ്പോൾ ഈ നോർമലായിട്ട് ചൂടാക്കുക എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോർമലായിട്ട് ചൂടാക്കുന്നുള്ളൂ നമ്മൾ. പിന്നെ അവസാനം 1-2 ഐറ്റംസ് ചൂടാക്കേണ്ട രീതി വേറെയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുപോലെയുള്ള പിന്നെ നമുക്ക് എന്നാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ റിസൾട്ടും അതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, കുറേ സബ്സ്ക്രൈബേഴ്സും സുഹൃത്തുക്കളൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ട്രാക്ലെസിൻ്റെ ഷോപ്പുണ്ടോ, ഈ നമ്മുടെ റോഡും റീലും ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഞാനിപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കുറേ ആൾക്കാർക്കും വേണ്ടി കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടാക്കി ഒരു കുറഞ്ഞ വിലയിൽ, അതായത് നമ്മുടെ ഈ പോപ്പപ്പ്, നിങ്ങൾ ഞാൻ ലൈറ്റ് കാണിച്ചേക്കുന്ന പോപ്പപ്പ്, പിന്നെ സ്പൈഡർ ഹുക്ക് സെറ്റ് ചെയ്തതും പിന്നെ ഫീഡറും, ഈ 3 സാധനം അല്ലാതെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. അതായത് അവരുടെ പങ്കാവുന്ന ഒരു വിലയിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ചോളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റി തണുപ്പിക്കാനായിട്ട് വെക്കാം. ഗൈസ്, ഇനി നമുക്ക് നമ്മൾ ചൂടാക്കാൻ പോകുന്നത് റവയാണ്. ഈ റവ നമ്മൾ ചൂടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കരിഞ്ഞു പോകാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് നോർമലായി ചൂടായതിന് ശേഷം നമ്മൾ ഇത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ റവയും ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിനി ചെയ്യാൻ പോകുന്നത് അരി വറക്കുക എന്നുള്ളതാണ്. അരി വറുത്തെടുക്കണം കേട്ടോ. ഇത് നോർമൽ ചൂടായാൽ മാത്രം പോരാ, നമ്മൾ ചട്ടിക്കകത്തിട്ട് നല്ലപോലെ സാധാരണ അരി വറുത്തെടുക്കുന്ന പോലെ അരി നല്ലപോലെ വറുത്തെടുക്കുക. അത് നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഈ ബ്രൗൺ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണിക്കാം അതെങ്ങനെ വരുന്നത്. നമ്മൾ ആ രീതിയിൽ നല്ലപോലെ അരി വറുത്തെടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ അരി നല്ലപോലെ വറന്ന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി, നല്ല ചൂടായിരിക്കില്ല, അപ്പോൾ നമുക്ക് പ്ലേറ്റിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഗൈസ്, അടുത്ത് നമുക്ക് നമ്മുടെ ഏലക്ക നമുക്ക് ഇത് ചട്ടിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിടാം കേട്ടോ. ഏലക്ക ചൂടാക്കിയിട്ട് നമ്മൾ പൊടിക്കുമ്പം നല്ല സ്മെല്ലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. നമ്മൾ ഏലക്ക നല്ലപോലെ ചൂടാക്കി അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് വെക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ പെരിഞ്ചീരകം, സോമ്പ്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പെട്ടെന്ന് ഇളക്കി പെട്ടെന്ന് ഇത് ചൂടാവുന്ന സാധനമാണ്. നമ്മൾ ശക്കര ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ ഇതും നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പെരിഞ്ചീരകം ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ചൂടാക്കി തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചൂടാക്കി തണുപ്പിച്ച് വെച്ചേക്കുന്ന സോയാ ബോൾ നമുക്ക് നമ്മുടെ മിക്സിയിൽ നല്ലപോലെ പൊട്ടിച്ച് പൗഡറാക്കി എടുക്കണം. ഈ സോയാ ബോൾ നല്ലപോലെ പൗഡറാക്കി പൊട്ടിച്ചെടുക്കണം.
സോയാബീൻ നല്ലപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ട്രേയിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള സോയാബീനും നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പൊട്ടിച്ചെടുത്തിട്ട് ട്രേയിലോട്ട് മാറ്റി വെക്കാം. ഗൈസ്, ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ അരി വാർത്തത് നല്ലപോലെ പൊടിച്ചെടുക്കാം. നല്ലപോലെ ഒരു നല്ല നൈസ് പൗഡറായിട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഒത്തിരി തരിയായിട്ട് കിടന്നാലും കുഴപ്പമില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അരി നല്ല രീതിയിൽ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ പൊടിച്ച് വെച്ച ട്രേയിലോട്ട് നമുക്ക് അരിപ്പൊടി മാറ്റി വെക്കാം. ഇനി അടുത്തത് പുട്ടുകടലയാണ്. പുട്ടുകടല നമ്മൾ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തൊലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തൊലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നല്ല രീതിയിൽ നമുക്ക് പൊടിച്ച് പൗഡറാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടുകടലയും നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ട്രേയിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ചോളമാണ്. ചോളം പൊടിക്കുമ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു തരി അതിനകത്ത് കടക്കണം. അതെങ്ങനെ ചെറിയ തരി എന്തുമാത്രം കിടക്കണമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ പൊടിച്ചെടുക്കുക. ഗൈസ്, ഈ രീതിയിൽ നിങ്ങൾ ചോളം പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് തരി ഇത്രയും വരാൻ പാടുള്ളൂ, അത്രയും നമ്മൾ പൊടിച്ചെടുക്കുക. ഗൈസ്, ഇനി നമ്മൾ റവയാണ് പൊടിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. റവയും നല്ല രീതിയിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ട്രേയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കോഴിത്തീറ്റ പ്രീ സ്റ്റാർട്ടറാണ് പൊടിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ നൈസായിട്ട് പൊടിച്ചെടുക്കുക. പ്രീ സ്റ്റാർട്ടർ മിക്സ് ചെയ്തതാണ് ഇത് നമുക്ക് ട്രേയിലോട്ട് മാറ്റി വെച്ചേക്കാം. അടുത്ത കേസ് നമ്മൾ സ്റ്റാർട്ടർ മിക്സിയിൽ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ആക്കുവാണ്. നമ്മുടെ സ്റ്റാർട്ടർ നല്ല രീതിയിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ട്രേയിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, അടുത്ത ഫിനിഷറാണ്. അത് നല്ല രീതിയിൽ പൊടിച്ച് നമുക്ക് നല്ല പൗഡറാക്കിയിട്ട് ട്രേയിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെല്ലാം പൊടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പൊടിക്കാനുള്ളത് പഞ്ചസാര, ഏലക്ക, പെരിഞ്ചീരകം. അത് നമ്മൾ പഞ്ചസാര, ഏലക്ക, പെരിഞ്ചീരകം ഒന്നിച്ചിട്ടിട്ട് നമ്മൾ മിക്സിയിൽ നല്ലപോലെ പൗഡറാക്കി എടുക്കണം. നല്ലപോലെ പൗഡറാക്കി എടുക്കണം. ഒന്നിൻ്റെയും തരി കാണാൻ പാടില്ല. നമ്മൾ മിക്സിയിൽ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് പൗഡറാക്കി എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കിതും നമ്മുടെ ട്രേയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതിനകത്ത് ഒരു കാര്യങ്ങൾ ലാസ്റ്റായിട്ട് ചേർക്കാനുണ്ട്. അതായത് ഇത്രയും സാധനം ഞാൻ പൊടിച്ചെടുത്തതിൽ എനിക്കിനി 2 ഡബ്ബ ഓറഞ്ച് കളർ ആണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ യാതൊരു മടിയും കാണിക്കാൻ പാടില്ല. ഒരു 15-20 മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ബൈറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ ബൈറ്റ് 1/2 കിലോയ്ക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ പകുതി, അതായത് ഒരു ബ്രെഡ് പാക്കറ്റിൽ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ 5 ബ്രെഡിൻ്റെ പീസ് എടുക്കുക. നല്ലപോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് 1/2 കിലോയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് നമ്മൾ കുതിപ്പിച്ച് അത് നമ്മുടെ ഫീഡറിൽ ഫിക്സ് ചെയ്ത് നമ്മൾ പോപ്പ് ഫിഷിംഗ് നടത്തേണ്ടതാണ്. അതല്ല ഓപ്പൺ ഹുക്കിലുള്ളവർ ആണെങ്കിൽ മൈദ ബ്രെഡിൻ്റെ പകരം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. പോപ്പ് ഫിഷിംഗ് നടത്തുന്നവരാണെങ്കിലും ഓപ്പൺ ഹുക്ക് ഫിഷിംഗ് നടത്തുന്നവരാണെങ്കിലും നമ്മുടെ ഈ ബൈറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ 1/2 കിലോയ്ക്ക് ഒരു 2 ടീസ്പൂൺ നല്ല നാടൻ നെയ്യാണെങ്കിൽ നല്ലത്. അത് ഉരുക്കി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കേസ്, അപ്പം നമ്മുടെ ഈ ബൈറ്റ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം, നമ്മൾ ഉദ്ദേശിച്ച കളർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി കയ്യിലെടുത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടിയിട്ടുണ്ട്. കളർ കൂടുകയോ
അല്ലെങ്കിൽ കളർ കുറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഈ ബൈറ്റ് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ, ഗുഡ് ബൈ.